വളരെയധികം ആശ്വാസകരമായ വാർത്ത പുറത്തു വരികയാണ്. 13 വയസ്സുകാരിയെ കണ്ടെത്തിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ചേർന്നുണ്ട്. ശാലിനി, ഈ ഒരു കുട്ടിയുടെ മാതാപിതാക്കളാണ് ഇപ്പോൾ പ്രതികരിച്ചത്. ഒരുപക്ഷെ അവർ കൃത്യമായി കുട്ടിയിൽ നിന്നും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിരിക്കുന്നു ടെലിഫോണിലൂടെ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ എന്താണ് മറ്റ് പ്രതികരണങ്ങൾ അവർ പങ്കുവയ്ക്കുന്നത്? വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വളരെ സന്തോഷത്തിലാണ് ഈ കുടുംബമുള്ളത്, ഈ അസമി കുടുംബമുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആ കുടുംബം ഇപ്പോൾ അവരുടെ സന്തോഷം മകളുമായി പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഫോണിലാണ് ഇവരിപ്പോൾ ഈ അച്ഛനും അമ്മയും കുട്ടിയുമായി സംസാരിച്ചിരുന്നു. ഭക്ഷണം കഴിച്ചോ, ഒപ്പം സുഖമാണോ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അസാമി ഭാഷയിൽ തന്നെ അവർ ആശയവിനിമയം നടത്തുകയും ചെയ്തിട്ടുണ്ട്. യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളതാണ് കുടുംബം ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നാളെ ഒരുപക്ഷെ രാവിലെയോടുകൂടി ആ കുട്ടിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന വീടിനുള്ളിൽ നിന്നുള്ള കാഴ്ചകൾ കൂടിയാണ്. അവർ ഔദ്യോഗികമായി ഒരുപക്ഷെ കൂടുതൽ പ്രതികരണങ്ങൾ വരും മണിക്കൂറുകളിൽ വരുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 37 മണിക്കൂറിലെ ആശങ്കകൾ തീർത്തുകൊണ്ട് കുട്ടിക്ക് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റ് ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നുമില്ലാതെ ഇപ്പോൾ RPFന്റെ കൈകളിലേക്ക് സുരക്ഷിതമായ പെൺകുട്ടി എത്തുകയും ചെയ്തിട്ടുണ്ട്. കേരള പോലീസ് എന്തായാലും വിശാഖപട്ടണത്തേക്ക് യാത്ര തിരിക്കുകയാണ്. അല്പസമയത്തിനകം കേരള പോലീസ് വിശാഖപട്ടണത്തേക്ക് പോകും. അതിനുശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പെൺകുട്ടിയെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കുട്ടിയുടെ മാനസിക നില, ഒപ്പം തന്നെ അതിൻ്റെ ആരോഗ്യം സുരക്ഷിതമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വൈദ്യപരിശോധനകളോട് കൂടി മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും വൈദ്യപരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയതിനു ശേഷമായിരിക്കും പെൺകുട്ടിയെ സുരക്ഷിതമായി കേരളത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തത്. എന്നാലും നീണ്ട വലിയ രീതിയിലുള്ള ആശങ്കകൾ, ആ ആശങ്കകൾ തീർത്തുകൊണ്ടാണ് ഇപ്പോൾ 37 മണിക്കൂറിന് ശേഷം ഇപ്പോൾ ആ പെൺകുട്ടിയെ ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ നടപടികളെല്ലാം തന്നെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളത്. ഇന്ന് ഏകദേശം അല്പസമയം മുമ്പാണ് വിശാഖപട്ടണത്തിൽ നിന്ന് താമ്പാരം എക്സ്പ്രസിൽ കിടന്നുറങ്ങുന്ന നിലയിൽ മലയാളി അസോസിയേഷൻ ഈ പെൺകുട്ടിയെ കണ്ടെത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ചിത്രങ്ങളടക്കം സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിച്ച പോലീസ് അടക്കം നൽകിയിട്ടുള്ള ചിത്രങ്ങൾ പരിശോധിച്ച് മലയാളി അസോസിയേഷൻ വ്യക്തത വരുത്തിയതിനു ശേഷമാണ് ഈ പെൺകുട്ടി തന്നെയാണ് ഇതെന്ന് സ്ഥിരീകരിക്കുകയും പിന്നീട് അത് RPF ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും RPF അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പെൺകുട്ടിയെ വിശാഖപട്ടണത്തേക്ക് എത്തിച്ചിട്ടുള്ളത്. വിശാഖപട്ടണത്തിൽ നിന്നും RPFന് കൈമാറിയിട്ടുണ്ട്. അവിടെ നിന്നായിരിക്കും മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം കുട്ടിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഏകദേശം 37 മണിക്കൂർ, ഇന്നലെ രാവിലെ 9:30 കൂടിയാണ് തിരുവനന്തപുരത്തേക്ക് എത്തി. അതായത് കഴക്കൂട്ടത്ത് നിന്നും ബസ് മാർഗം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നേരെ കന്യാകുമാരി ട്രെയിനിലേക്ക്, ഐലൻഡ് ട്രെയിനിൽ കയറി കന്യാകുമാരിയിലേക്ക് പോകുന്നു. നാഗർകോവിൽ അടക്കമുള്ള ചില സ്റ്റോപ്പുകൾ ഇറങ്ങി വെള്ളം ശേഖരിക്കുന്നു. അതിനുശേഷം വീണ്ടും ട്രെയിനിനുള്ളിലേക്ക് കയറുന്നു. യാതൊരു രീതിയിലുള്ള സംശയങ്ങൾ ആർക്കും ഉണ്ടാക്കാത്ത രീതിയിലായിരുന്നു പെൺകുട്ടിയുടെ ഒറ്റയ്ക്കുള്ള യാത്ര എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിനിടയിലാണ് നെയ്യാറ്റിൻകര സ്വദേശി ഈ ചിത്രം ക്യാമറയിൽ അല്ലെങ്കിൽ അവരുടെ ഫോണിൽ എടുക്കുന്നത്. ആ ഒരു ഫോട്ടോയാണ്, അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള CCTV ദൃശ്യങ്ങളുമാണ് കൃത്യമായി പെൺകുട്ടിയെ കണ്ടെത്താൻ സഹായകരമായത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കന്യാകുമാരിയിൽ നിന്നും ഈ പെൺകുട്ടി എങ്ങോട്ടേക്ക് പോയി എന്നുള്ളൊരു ആശയക്കുഴപ്പം, ആശങ്കകളൊക്കെ ഉച്ച കഴിഞ്ഞതിന് ശേഷം നമുക്കുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ട്രെയിനിലേക്കാണ് പോയത്, അല്ലെങ്കിൽ ആ കുട്ടി അവിടെ നിന്നും കന്യാകുമാരി റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് കടന്നിട്ടില്ല, അതേ ട്രെയിനിൽ തന്നെ ചെന്നൈയിലേക്ക് പോയതായിരിക്കാം എന്നുള്ളൊരു സംശയങ്ങളും ഊഹാപോഹങ്ങളും എത്തുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസും RPFും തമിഴ്നാട് പോലീസും ഒക്കെ നടത്തിയ പരിശോധനയിലാണ് ചെന്നൈയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് പിന്നീട് കാര്യങ്ങൾ എത്തുന്നത്. അവിടെ നിന്നും ആ പെൺകുട്ടി ഗുവാഹത്തി ട്രെയിനിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് CCTV ദൃശ്യങ്ങൾ കൂടി എത്തുന്നു. ചെന്നൈയിലടക്കം ഇറങ്ങി വെള്ളം ശേഖരിച്ച് വെള്ളം കുപ്പിയിലെടുത്ത് ട്രെയിനിനുള്ളിലേക്ക് കയറുന്നതടക്കമുള്ള വിശദാംശങ്ങളും ദൃശ്യങ്ങളും അടക്കം പോലീസിനും RPFനും കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നീണ്ട പരിശോധന നടക്കുകയും ചെയ്തിട്ടുള്ളത്. ആ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് കൃത്യമായി പെൺകുട്ടിയിലേക്ക് ഇപ്പോൾ എത്താൻ സാധിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് ഈ കേസിന്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. ഇനി എന്തുകൊണ്ട് മലയാളി അസോസിയേഷന് മുൻപിൽ ആ കുട്ടി വ്യക്തമാക്കിയത് വീട്ടിൽ നിന്നും നേരിട്ട ചില പ്രയാസങ്ങൾ കൊണ്ട് വീട് വിട്ടിറങ്ങിയതാണ് എന്നുള്ളതാണ്. എങ്കിൽ എന്ത് പ്രയാസമാണ് നേരിട്ടത്, ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് നേരിട്ടത് എന്നതടക്കമുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എന്തായാലും അത്തരമുള്ള കാര്യത്തിലേക്ക് നടപടികളിലേക്കും ഒക്കെ RPF കടക്കുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്തായാലും അത്തരത്തിൽ നടപടികളൊക്കെ തന്നെ സ്വീകരിച്ചു വരികയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും മറ്റ് നടപടികളിലേക്ക് RPF കടന്നിരിക്കുകയാണ്. വിഷ്ണു, ശാലിനി സൂചിപ്പിച്ചതുപോലെ തന്നെ ആശ്വാസ വാർത്ത തന്നെയാണ്. ഒരുപക്ഷെ ഇപ്പോഴും ആ ഒരു കുടുംബ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. തങ്ങളുടെ മകളെ തിരിച്ചു കിട്ടിയതിൽ അതിയായ സന്തോഷം അവർ പ്രകടിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഒരുപക്ഷെ കൂടുതൽ പ്രതികരണങ്ങൾ നമുക്ക് ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് അറിയാൻ സാധിക്കുന്നു. ഒരുപക്ഷെ എന്തുതന്നെയായാലും അവർ ആ കുട്ടിയുമായി ടെലിഫോണിൽ സംസാരിച്ചു, കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ന് തന്നെ കുട്ടിയെ നാട്ടിലെത്തിക്കും. അതിനായുള്ള
നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. ശാലിനി, ഒരുപക്ഷെ ഇന്ന് തന്നെ എത്തിക്കുമെങ്കിൽ പോലും നിലവിൽ നമുക്കറിയാം ഇത്രയും മണിക്കൂറുകൾ നീണ്ട സമയത്ത് പോലും കൃത്യമായി ഭക്ഷണം കുട്ടി കഴിച്ചിരുന്നില്ല. ഇപ്പോഴാണ് ആ കുട്ടി ഭക്ഷണം ശരിയായ രീതിയിൽ കഴിക്കുന്നത്. അതുപോലെ തന്നെ ആരോഗ്യം സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ചില ക്ഷീണം ഉണ്ടായതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത്തരത്തിൽ ഒരു പരിശോധനകൾ കൂടി അത് സംബന്ധിച്ചുള്ളൊരു നടക്കുമെന്നല്ലേ അറിയാൻ സാധിക്കുന്നത്. അതിനൊക്കെ ശേഷമായിരിക്കില്ലേ നാട്ടിലെത്തിക്കുക? വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഏകദേശം 37 മണിക്കൂറാണ് ആ പെൺകുട്ടി ഒറ്റയ്ക്ക് യാത്ര ചെയ്തത്. ട്രെയിനിലായിരുന്നു. ഇടയ്ക്ക് ആഹാരം വാങ്ങുന്നതോ അല്ലെങ്കിൽ അത്തരത്തിൽ കടകളിൽ കയറാനോ ഒന്നും തന്നെ അതിൻ്റെ കയ്യിൽ പണമില്ല. അത്തരത്തിലുള്ളൊരു പണമായില്ല പെൺകുട്ടി ഇവിടെ നിന്നും യാത്ര പുറപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. മറ്റൊരിടത്തും CCTV ദൃശ്യങ്ങളിലടക്കം നമ്മൾ വെള്ളമെടുക്കാൻ ഇറങ്ങുന്നതല്ലാതെ ആ പെൺകുട്ടിയെ മറ്റൊരു സാധനങ്ങളോ ആഹാരങ്ങളോ വാങ്ങാനായി ഇറങ്ങുന്നതായി ദൃശ്യങ്ങളിലെങ്കും കണ്ടിട്ടില്ല. അത്തരത്തിൽ അവശ്യയാണ് പെൺകുട്ടി എന്നുള്ളതാണ് നമുക്ക് അപ്പോൾ ലഭ്യമായിട്ടുള്ള ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുകയും ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വൈദ്യ പരിശോധന എന്തായാലും നടത്തും. കുട്ടിയുടെ ആരോഗ്യം തൃപ്തികരമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. അതിനുശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്കും ഒപ്പം തന്നെ കേരളത്തിലേക്ക് പെൺകുട്ടിയെ എത്തിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ആന്ധ്ര സംസ്ഥാനത്താണ് പെൺകുട്ടി ഉള്ളത്. വിശാഖപട്ടണമാണ്. സ്വാഭാവികമായും RPFന്റെ കയ്യിൽ നിന്നും ഈ പെൺകുട്ടി നേരെ ഇനി എത്താൻ പോകുന്നത് ആന്ധ്ര പോലീസിന്റെ കൈകളിലേക്കാണ്. ആന്ധ്ര പോലീസ് അത് ചെന്നൈ പോലീസിലേക്കോ അല്ലെങ്കിൽ കേരള പോലീസിനോ കൈമാറാനുള്ള നടപടികളിലേക്ക് കടക്കും. ചെന്നൈയിലേക്ക് പോയ പോലീസ് സംഘമാണ്, അതായത് കഴക്കൂട്ടം പോലീസിൽ നിന്നും ഒരു സംഘം പോലീസ് ഉദ്യോഗസ്ഥർ ചെന്നൈയിലേക്ക് കഴിഞ്ഞ മണിക്കൂറിൽ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. പെൺകുട്ടി ചെന്നൈയിലേക്കാണ് പോയതെന്നൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയ സാഹചര്യത്തിൽ ആ ചെന്നൈയിലേക്ക് പോയ പോലീസ് സംഘം നേരെ വിശാഖപട്ടണത്തേക്ക് പോകും. വിശാഖപട്ടണത്ത് എത്തിയ ശേഷം ആന്ധ്ര പോലീസിൽ നിന്നും പെൺകുട്ടിയെ ഏറ്റുവാങ്ങിയ ശേഷമായിരിക്കും ഇങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയാണ്. 37 മണിക്കൂർ നീണ്ട പരിശോധനകൾ, ഒപ്പം തന്നെ ആശങ്കകൾ, ആകുലതകൾ അതെല്ലാം ഈ ഒരു ആശ്വാസകരമായ വാർത്ത അങ്ങനെ വിശാഖപട്ടണത്തിൽ നിന്നും ഔദ്യോഗികമായി വന്നിരിക്കുകയാണ്. വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളടക്കമുള്ളവർ ഇപ്പോൾ ഈ 13 വയസ്സുകാരി പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് സന്തോഷം പങ്കുവെക്കുന്നുണ്ട്. മാധ്യമങ്ങൾക്ക് മുൻപിലും ആ കുടുംബം ഇപ്പോൾ ആ സന്തോഷം പങ്കുവെക്കുകയും ആ പെൺകുട്ടിയുമായി ഫോണിലൊക്കെ സംസാരിക്കുകയും ഒക്കെ തന്നെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വിഷ്ണു. ശാലിനി സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെയധികം ആശ്വാസത്തിലും സന്തോഷത്തിലുമാണ് ആ ഒരു പെൺകുട്ടിയുടെ കുടുംബം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആ ഒരു പെൺകുട്ടിയുടെ കുടുംബം ആശ്വാസ വാക്കുകൾ അവർക്ക് ലഭിക്കുകയാണ്. എന്തുതന്നെയായാലും അവർ ആദ്യം തന്നെ നന്ദി പറയുകയാണ്. ഇത്രത്തോളം തങ്ങളുടെ മകളെ കാണാനായി അല്ലെങ്കിൽ അതിനു വേണ്ടി പിന്തുണച്ച എല്ലാ മാധ്യമങ്ങൾക്കും അവർ ആദ്യം നന്ദി പറയുകയാണ്. അതിനുശേഷമാണ് അവർ കുട്ടിയുമായി സംസാരിച്ചത്. കൂടുതൽ വിവരങ്ങൾ ടെലിഫോണിലൂടെ കുട്ടിയുമായി അവർ ചോദിച്ചറിഞ്ഞു. നിലവിൽ ഒരു കുട്ടി വിശാഖപട്ടണത്ത് RRPFൻ്റെ കസ്റ്റഡിയിലാണുള്ളത്. അവർ കുട്ടിക്ക് ഭക്ഷണം നൽകുന്നു. മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഉടൻ തന്നെ കേരള പോലീസിന് കൈമാറും. അതിനുശേഷമൊക്കെ ആയിരിക്കും മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാട്ടിലെത്തിക്കുക. ശാലിനി സൂചിപ്പിച്ചതുപോലെ വളരെയധികം സന്തോഷത്തിൽ തന്നെയാണ് ആ ഒരു കുടുംബമുള്ളത്. ഇനി എത്ര സമയമെടുക്കും, അല്ലെങ്കിൽ നിലവിൽ ഈ വിശാഖപട്ടണത്ത് ഉള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് കൃത്യമായൊരു വിവരം ഇവിടെ ഈ ഒരു കുടുംബത്തിന് നിർദ്ദേശങ്ങൾ അവിടെ നിന്ന് ലഭിക്കുന്നുണ്ടോ? എങ്ങനെയാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ അവിടെ നടക്കുന്നത്? വിഷ്ണു, നേരിട്ടൊരു സ്ഥിരീകരണമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികളോ ഒന്നും കുടുംബത്തെ നേരിട്ട് അറിയിക്കുന്നില്ല. കഴക്കൂട്ടം പോലീസ് മാത്രമാണ് കാര്യങ്ങൾ അറിയിക്കുകയും കാര്യങ്ങൾ നിയന്ത്രിക്കുകയും അതിൻ്റെ നടപടികൾ ശ്രവിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നത് കഴക്കൂട്ടം പോലീസാണ്. നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് കേരള പോലീസ് ഉടൻ തന്നെ വിശാഖപട്ടണത്തേക്ക് പുറപ്പെടും എന്നുള്ളതാണ്. വിശാഖപട്ടണത്ത് എത്തിയ ശേഷം ആന്ധ്ര പോലീസിന് കൈമാറുന്ന പെൺകുട്ടിയെ അവിടെ നിന്നും സ്വീകരിച്ചതിന് ശേഷം വൈദ്യപരിശോധനയൊക്കെ പൂർത്തിയാക്കി മറ്റ് നടപടികൾ പൂർത്തിയാക്കി കേരളത്തിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. നാളെ തന്നെ ഒരുപക്ഷെ ട്രെയിൻ മാർഗം തന്നെയായിരിക്കും അവർ എത്തുക എന്നുള്ളതാണ്. നാളെ ട്രെയിൻ മാർഗം കേരള പോലീസ് ഇവിടുന്ന് പോയിട്ടുള്ള സംഘവും ഈ പെൺകുട്ടിയുമായി നാളെ ഒരുപക്ഷെ ഉച്ചയ്ക്ക് മുൻപ് തന്നെ അവർ കേരളത്തിലേക്ക് തിരികെ എത്തും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ പെൺകുട്ടിക്ക് കൗൺസിലിംഗ് നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. ഒപ്പം തന്നെ വൈദ്യപരിശോധന, ഏതെങ്കിലും തരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടെങ്കിൽ അത് ഏത് തരത്തിൽ മറികടക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയും ചെയ്യുക. ഒപ്പം തന്നെ ആയിരിക്കും ഏത് സാഹചര്യത്തിലാണ് ഈ പെൺകുട്ടി വീട് വിട്ട് ഇറങ്ങാനുണ്ടായ സാഹചര്യം, ഏതെങ്കിലും തരത്തിലുള്ള ക്രൂരമർദ്ദനം ഈ പെൺകുട്ടി വീട്ടിൽ നേരിടേണ്ടി വന്നിട്ടുണ്ടോ, അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളാണോ അതിലേക്ക് നയിച്ചത്, രണ്ടാനമ്മ തന്നെയാണോ ഈ കുട്ടിയുടേത്, അതോ സ്വന്തം അമ്മ തന്നെയാണോ
എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ പെൺകുട്ടിയുടെ മൊഴിയിൽ നിന്ന് കൂടി കൂടുതൽ വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. എന്തായാലും അത് ഇവിടെ എത്തിയതിനു ശേഷമായിരിക്കും ആ ഒരു വ്യക്തതയിലേക്ക് കാര്യങ്ങൾ കടക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അത്തരത്തിലുള്ള നടപടികളിലേക്കായിരിക്കും കേരള പോലീസ് ഇനി വരും മണിക്കൂറിൽ കടക്കുക. വിഷ്ണു. ശാലിനി സൂചിപ്പിച്ചതുപോലെ കൃത്യമായ മറ്റ് ചില കാരണങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ വ്യക്തത ഇല്ലാത്ത കാര്യങ്ങളിൽ കൂടി ഉത്തരം കിട്ടേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്നിരുന്നാൽ കൂടിയും നമുക്കറിയാം, ഇത്തരത്തിൽ ഒരു പെൺകുട്ടി 13 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൃത്യമായൊരു അന്വേഷണം അവിടെ ഉണ്ടാകണം. പ്രത്യേകിച്ച് നമുക്കറിയാം, ബാലാവകാശ കമ്മീഷൻ പോലെയുള്ള സംഘടനകൾ കൂടി ഒരുപക്ഷെ ഈ ഒരു വിഷയത്തിൽ വരും ദിവസങ്ങളിൽ ഇടപെട്ടേക്കാം. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ ജനപ്രതിനിധികൾ ആരെങ്കിലും ഈ ഒരു കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ടോ? മറ്റ് ഇടപെടൽ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ? വിഷ്ണു, നിലവിൽ പ്രാദേശികമായിട്ടുള്ള ഇവിടുത്തെ സാധാരണ ജനം മാത്രമാണ് ഉള്ളത്. അതും വളരെ കുറച്ച് ആളുകളും, പിന്നീടുള്ളത് മാധ്യമപ്രവർത്തകർ മാത്രമാണ്. പ്രത്യേകമായിട്ടും നമുക്കറിയാം, ഭാഷ ഒരു വലിയ രീതിയിലുള്ള പ്രശ്നമായി ഇവർക്ക് മുൻപിൽ നിൽക്കുകയാണ്. അസാമി ഭാഷ മാത്രമേ ഈ കുടുംബത്തിനും ഈ കുട്ടിക്കും ഒക്കെ അറിയാവൂ എന്നുള്ളതാണ് മറ്റൊരു വെല്ലുവിളിയായി നിൽക്കുന്നത്. സ്വാഭാവികമായും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇവരാരും ചോദിച്ചറിയുന്നില്ല. നാളെ ഇനിയിപ്പോൾ ഈ കുട്ടിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ, കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ അച്ഛനമ്മമാരെ സ്വാഭാവികമായും അവിടേക്ക് വിളിപ്പിക്കാനോ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനോ ഉള്ള സാധ്യതയുണ്ട്. ഇവരെ 3 പേരെയും ഇരുത്തി ഒരുപക്ഷെ എന്താണ് അന്ന് സംഭവിച്ചത്, ഏത് സാഹചര്യത്തിലാണ് പെൺകുട്ടി വീട് വിട്ടിറങ്ങിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തും. മുൻപ് ഇത്തരത്തിലുള്ള സമാന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും ചോദിക്കും. നമ്മൾ മാധ്യമപ്രവർത്തകർ വന്നപ്പോഴും ഓഫ് ദ റെക്കോർഡായും ഓൺ ദ റെക്കോർഡായും അമ്മ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. കുട്ടികളുമായി, അതായത് ചെറിയ സഹോദരിമാരുമായി ചില പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കൊച്ചുകുട്ടികളാണ്, സ്വാഭാവികമായും ഉള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. ആ ഉണ്ടാകുന്ന സമയത്ത് ചെറിയ അടി കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചെറിയ ശിക്ഷ കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്. ഈ പോകുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപും അത്തരത്തിലുള്ള ചില സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി ചെറിയ തല്ല് കൊടുത്തിരുന്നു എന്നുള്ളതാണ് അമ്മ അല്പസമയം മുമ്പും നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്, ഓഫ് ദ റെക്കോർഡായി ഉൾപ്പെടെ. അപ്പോൾ സ്വാഭാവികമായും അത് ചെറിയ തോതിലുള്ള പ്രശ്നങ്ങളാണോ അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളായിരുന്നോ, കൊടിയ രീതിയിലുള്ള പീഡനങ്ങൾ എന്തെങ്കിലും ആ കുട്ടിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ ഈ വീട്ടിൽ എന്നതടക്കമുള്ള കാര്യത്തിൽ ഒരു വ്യക്തത എന്തായാലും വരുത്തേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ ബാലാവകാശ കമ്മീഷൻ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് 13 വയസ്സ് മാത്രമാണ് ഉള്ളത്. സ്വാഭാവികമായും ബാലാവകാശ കമ്മീഷൻ അടക്കമുള്ളവർ ഇതിൽ ഇടപെടാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളുമുണ്ട്. കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള സാഹചര്യങ്ങളും എന്തായാലും വളരെ കുറച്ച് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ആ പെൺകുട്ടി ഇങ്ങോട്ടേക്ക് കേരളത്തിലേക്ക് വന്നിട്ട്, കഴക്കൂട്ടത്തേക്ക് വന്നിട്ട്. സ്വാഭാവികമായും ഇവിടെയുള്ള പ്രദേശങ്ങളോ പ്രദേശവാസികളോ ഒന്നും തന്നെ കൃത്യമായി അറിയില്ല, ഭാഷ അറിയില്ല, ഒറ്റയ്ക്ക് തന്നെ ഇത്തരത്തിൽ ഇത്രയധികം ദൂരം യാത്ര ചെയ്തിട്ടില്ല. സ്വാഭാവികമായും അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ഇത്ര വൈകാരികമായി കുട്ടി വീട് വിട്ട് ഇറങ്ങാനുണ്ടായ സാഹചര്യം, ഒരു ചെറിയ അടി കൊടുത്തത് കൊണ്ടോ സഹോദരിമാരെ ഉള്ള ചെറിയ പിണക്കത്തിന്റെ പേരിൽ ശകാരിച്ചത് കൊണ്ട് മാത്രമാണോ ഇത്രയധികം ദൂരത്തേക്ക് പെൺകുട്ടി ഒറ്റയ്ക്ക് യാത്ര ചെയ്തത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ എന്തായാലും ഒരു വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. എന്തായാലും അത് സ്വാഭാവികമായും അന്വേഷണം തുടരേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള നടപടികളിലേക്ക് കൂടിയായിരിക്കും ഈ കുട്ടിയെ ഇവിടെ എത്തിച്ചതിന് ശേഷം പോലീസ് കടക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ മാധ്യമപ്രവർത്തകരും ഒപ്പം തന്നെ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും വളരെ ചുരുക്കം നാട്ടുകാരും മാത്രമാണ് ഇവിടെ ഉള്ളത്. എന്തായാലും പെൺകുട്ടി സുരക്ഷിതമായി RPFന്റെയും ഒപ്പം തന്നെ മലയാളി സമാജത്തിന്റെയും കൈകളിലേക്ക് എത്തി എന്നുള്ളൊരു ആശ്വാസ വാർത്ത കഴക്കൂട്ടത്തെ ഈ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. സ്വാഭാവികമായി പോലീസിന്റെ ഔദ്യോഗിക അറിയിപ്പ് കൂടി വന്നതോടുകൂടി ഏറെ സന്തോഷത്തിലാണ് കുടുംബം. അതേസമയം തന്നെ കുട്ടിയുമായിട്ടൊക്കെ തന്നെ സംസാരിച്ചിട്ടുമൊക്കെയാണ് അച്ഛനും അമ്മയും ഇപ്പോൾ ഇരിക്കുകയും ചെയ്തിട്ടുള്ളത്. വിഷ്ണു. ശാലിനി തുടരുക. ഇപ്പോൾ വിനീഷ് കൂടി ചേർന്നുണ്ട്. വിനീഷ്, 37 മണിക്കൂറുകളാണ് നിർണായകമായ മണിക്കൂറുകൾ കടന്നുപോയത്. എന്നിരുന്നാൽ കൂടിയും ഒരുപക്ഷെ ഈ ഒരു തെരച്ചിൽ അല്ലെങ്കിൽ അവസാനം എത്തിയത്, അല്ലെങ്കിൽ കുട്ടിയെ കണ്ടുകിട്ടുന്നത് വരെയുള്ള ഒരു അന്വേഷണം പരിശോധിക്കുകയാണെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം തന്നെയല്ലേ ഏറെ നിർണായകമായത്? തീർച്ചയായിട്ടും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം തന്നെയാണ് ഈ ഒരു കുട്ടിയെ കാണാതെ ആയ സംഭവത്തിലെ ഏറ്റവും നിർണായകമായ തെളിവുകൾ. കുട്ടിയുടെ ഫോട്ടോ നമുക്ക് നേരത്തെ തന്നെ അറിയാം. കുട്ടി ട്രെയിനിനകത്ത് ഇരിക്കുന്ന ഒരു ഫോട്ടോ പ്രചരിച്ചു. ആ ഫോട്ടോയ്ക്ക് പിന്നിൽ തന്നെയാണ് പോലീസിന്റെ അന്വേഷണം കൂടുതലായി മുന്നോട്ട് പോകാൻ സാധിച്ചത്. ഏറ്റവും പുതിയ വിവരം നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്, കുട്ടിയെ തേടി ചെന്നൈയിലെത്തിയ കേരള പോലീസ് ടീം അവർ വിശാഖപട്ടണത്തേക്ക് തിരിച്ചിട്ടുണ്ട്. കേരള പോലീസിന്റെ പ്രത്യേക ടീമാണ് ചെന്നൈയിലേക്ക്, നേരത്തെ കുട്ടി ചെന്നൈയിലേക്ക് അവിടെ ഉണ്ട് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കേരള പോലീസിൽ ലഭിച്ചു. അതുമായി ബന്ധപ്പെട്ട് ചെന്നൈയിലേക്ക് അന്വേഷണവുമായി എത്തിയ കേരള പോലീസിന്റെ ടീം, ആ ഒരു പ്രത്യേക ടീം ഇപ്പോൾ വിശാഖപട്ടണത്തേക്ക് പോയിട്ടുണ്ട്. അവർ രാവിലെയോടുകൂടി വിശാഖപട്ടണത്തേക്ക് എത്തും എന്നതാണ് ഏറ്റവും പുതിയതായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് വിശാഖപട്ടണം
വിശാഖപട്ടണത്തേക്ക് പോകുന്ന ടീമായിരിക്കും RPF ഉദ്യോഗസ്ഥരിൽ നിന്ന് കുട്ടിയെ ഏറ്റുവാങ്ങുക. ഇപ്പോൾ സുരക്ഷിതയായി കുട്ടി RPF ഉദ്യോഗസ്ഥരോടൊപ്പമാണ് കുട്ടി ഉള്ളത്. നിലവിൽ കുട്ടിക്ക് ഭക്ഷണം RPF ഉദ്യോഗസ്ഥർ നൽകി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കുട്ടി ബെർത്തിൽ കമിഴ്ന്ന് കിടക്കുന്ന നിലയിലായിരുന്നു കുട്ടിയെ കണ്ടത്. വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കുട്ടി ട്രെയിൻ നിർത്തുന്നതിനിടയിൽ കുട്ടി കമിഴ്ന്ന് കിടക്കുന്ന നിലയിൽ കുട്ടിയെ കണ്ടെത്തി. തുടർന്ന് കുട്ടിയോട് മലയാളി സമാജം പ്രവർത്തകർ കേരളത്തിൽ നിന്ന് വരുന്നതാണോ ആദ്യം പേര് ചോദിച്ചപ്പോൾ പെൺകുട്ടി അതെ എന്ന് പറയുന്ന ഒരു മറുപടി പറഞ്ഞു. അതിനുശേഷം പെൺകുട്ടി തുടർന്ന് കേരളത്തിൽ നിന്നാണോ വരുന്നത് എന്ന ചോദ്യത്തിന് തലയാട്ടുന്ന ഒരു സമീപനമായിരുന്നു പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പിന്നീടാണ് മലയാളി സമാജം പ്രവർത്തകർക്കും ഈ കുട്ടി ഇപ്പോൾ കാണാതായ കുട്ടിയാണ് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. തുടർന്നാണ് കുട്ടിയെ RPF ഉദ്യോഗസ്ഥരിലേക്ക് മലയാളി സമാജം പ്രവർത്തകർ ഏൽപ്പിക്കുന്നത്. എന്തായിരുന്നാലും ഏറെ നിർണായകമായ 37 മണിക്കൂറുകൾക്കൊടുവിൽ വിശാഖപട്ടണത്ത് നിന്ന് പെൺകുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു. ഏറ്റവും നിർണായകം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത് കേരള പോലീസിന്റെ നീക്കങ്ങൾ തന്നെയാണ്. കുട്ടിയുടെ പിന്നാലെയുള്ള പോലീസ് അന്വേഷണം അത് വിജയം കണ്ടിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ഒപ്പം തന്നെ കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു ഇടപെടൽ, ഒരു 13 വയസ്സുകാരിയായ പെൺകുട്ടിയെ കാണാതായതിനെ തുടർന്ന് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും സജീവമായി തന്നെ പെൺകുട്ടിയെ കുറിച്ച് അന്വേഷണം നടത്തുന്നു. പെൺകുട്ടിയുടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ പുറത്ത് വിടുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മലയാളി സമാജം പ്രവർത്തകർക്ക് പെൺകുട്ടിയെ തിരിച്ചറിയാൻ സാധിച്ചത്. തുടർന്നാണ് മലയാളി സമാജം പ്രവർത്തകർ പെൺകുട്ടിയെ RPF ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചത്. RPF ഉദ്യോഗസ്ഥർ പെൺകുട്ടിയുടെ നാടായ സ്റ്റേഷൻ പരിധിയായ കഴക്കൂട്ടത്തെ കഴക്കൂട്ടം പോലീസുമായി സംസാരിച്ചു.